ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല, എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു തായ്ലാൻഡ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. സോ ഫൈനലി നമ്മൾ ഇന്ന് തായ്ലാൻഡിലോട്ട് പോവാണ്. അപ്പോൾ വീഡിയോ കാണുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫുള്ളായിട്ട് കാണാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഫൈനലി നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ എത്തി. സോ നല്ല ബിസി ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്ന എയർപോർട്ടിൽ. അതുകൊണ്ട് നമ്മൾ ക്യൂ നിൽക്കാതെ കഴിച്ചലായി. പിന്നെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. എമിഗ്രേഷനും കാര്യമൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ മോളുണ്ടായിരുന്നു, മോളെ കൂട്ടിയിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ പാക്കേജസും കാര്യമൊന്നും എടുക്കാതെയായിരുന്നു തായ്ലാൻഡ് പോകുന്നത്. നമ്മൾ മോളെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ട് കൂട്ടിയിട്ടില്ലായിരുന്നു. നെക്സ്റ്റ് ടൈം ഇനി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും മോളെ കൂട്ടണം എന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് മോളെ വിട്ടിട്ട് നിൽക്കുന്നത്. ആൾ എങ്ങനെ നിൽക്കുമെന്നോ എന്താണെന്നും അറിയില്ല. നല്ല പേടിയും കാര്യമൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ മക്കളായി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ടൈം കണ്ടെത്താതെ പോകരുത്. നമ്മൾ മാരേജ് കഴിഞ്ഞ കപ്പിൾസ് ആണെങ്കിലും ഇപ്പം കുട്ടികളായിട്ടുണ്ടെങ്കിലും ഒക്കെ തന്നെ ടൈം കണ്ടെത്തുക സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ന്യൂ ജനറേഷൻ എനിക്ക് തോന്നുന്നു നല്ലതുപോലെ അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. മലേഷ്യയിലോട്ട് പോകുമ്പോൾ നമുക്ക് വിസൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മളിപ്പം കപ്പിൾസൊക്കെ ആണെങ്കിൽ അവർ നമ്മൾ താമസിക്കുന്ന ഡീറ്റെയിൽസും കാര്യമൊന്നും ചോദിക്കില്ല. ഫൈനലി നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ പാക്കിങ്ങും കാര്യമൊക്കെ ലാസ്റ്റ് ടൈമായി പോയി വെച്ചത്. നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതിൽ കുറച്ചൊരു ഇഷ്യൂസും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ പറയും വേറൊരു വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യമൊക്കെ ആയിട്ട് അതിൻ്റെ ബാക്കിലായി. പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. വീട്ടിലെത്താൻ ഞാൻ ലേറ്റായി. വീട്ടിൽ നമ്മൾ ഇറങ്ങുന്നതിൻ്റെ 1 hour മുന്നെയാണ് എത്തിയത്. ആ ഒരു 1 hour കൊണ്ടാണ് ഞാൻ ലഗേജും കാര്യമൊക്കെ സെറ്റായിട്ട് ഇറങ്ങിയത്. നല്ലതുപോലെ ഫുഡ് കഴിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു, ടെൻഷനായിട്ട്. പിന്നെ മോളെ പിന്നിരിക്കുന്ന ടെൻഷൻ വേറെയുണ്ട്. എന്തായാലും ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് 2 പേർക്കും കൂടെ ഫ്ലൈറ്റ് ചാർജ് വരുന്നത് കാലിക്കറ്റ് ടു കോലാലംപൂറിലേക്ക് 18,900 കേട്ടോ, 1 വേ ടിക്കറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 1 month മുന്നേ എങ്കിലും നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ റേറ്റ് കുറയുന്ന ഒരു ടൈമിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. ഞാൻ ഇക്സിഗോയും ഗോയിബിബോയും ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫ്ലൈറ്റ്സും. പിന്നെ നമ്മുടെ ഹോട്ടൽസും അത് രണ്ടും അതിൽ നിന്നായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ ഫൈനലി ഞാൻ നല്ല ഉറക്കമായിരുന്നു, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇതിന് തീരെ ഉറക്കം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. സോ ഞാൻ എണീച്ചപ്പോൾ നമുക്ക് മോർണിംഗ് ആയിട്ടുണ്ട്. ഇന്ത്യയും കോലാലംപൂറും തമ്മിൽ ടൈം ഡിഫറൻറ്റ് വരുന്നത് 2 hours and 30 minutes ആണ് നമുക്ക് ഡിഫറൻറ്റ് വരുന്നത് ടൈം. ഇവിടെ ഒരു 6 ആണെങ്കിൽ അവിടെ ഒരു നമുക്ക് 8:30 നൈറ്റ് ആയിട്ടുണ്ടാവും. ഫൈനലി നമ്മൾ എത്താനായിട്ടുണ്ട് കേട്ടോ. കുറേ മലയാളീസും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് വരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ കോലാലംപൂരിലോട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. തായ്ലാൻഡിലോട്ടൊന്നും അങ്ങനെ ആരെയും കണ്ടിട്ടില്ല മലയാളീസിനെ. നമ്മൾ കയറിയ ഫ്ലൈറ്റിലില്ലായിരുന്നു കേട്ടോ. ഫൈനലി നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സിംഗിളായിട്ട് പോവുകയാണെങ്കിൽ അവർ ഡീറ്റെയിൽസും കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽസും എത്ര ദിവസമാണ് താമസിക്കുന്നതെന്നും അതേപോലെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അവർക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മളെ കടത്തി വിടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ നിൽക്കുന്ന ടൈമിൽ അങ്ങനെ കുറച്ച് ഇന്ത്യൻസിനെ അവർ കടത്തി വിട്ടിട്ടില്ലായിരുന്നു. ഫൈനലി നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി. സോ അത്യാവശ്യം നടക്കാനുണ്ട് നമുക്ക് നല്ലതുപോലെ. സോ സൈഡായി നമ്മൾ നടന്നു. ഫസ്റ്റ് തന്നെ വാഷ്റൂമിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പം വാഷ്റൂം നോക്കി നടന്നതായിരുന്നു. അങ്ങനെ വാഷ്റൂമിലെത്തി. വാഷ്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഇനി അടുത്ത പരിപാടി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം KL സെൻട്രലോട്ട് പോകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമ്മൾ 2 പേരൊക്കെ ആണെങ്കിൽ നമുക്ക് ബസ്സിന് പോകുന്നതാണ് നല്ലത്. ഒരു 1 ഹവറാണ് നമുക്ക് അങ്ങോട്ട് ട്രാവലിംഗ് ഉണ്ടാവുക. പിന്നെ നമുക്ക് വിസ കാർഡ് മസ്റ്റാണ്. ബസ് ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്കൊരു അവിടെ സ്ക്രീൻ കാണാം, നമ്മൾ തന്നെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. പോയിട്ട് അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഓരോ 1 ഹവർ കൂടുമ്പോൾ നമുക്ക് അവിടുന്ന് ബസ്സുണ്ട്. സോ കുറേ ഫ്ലൈറ്റ്സും കാര്യമൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ എയർപോർട്ടാണ്. സോ നമ്മളൊരു ചിലന്തി വലയൊക്കെ ഇല്ലേ, അതേപോലെ ആണ് അതിൻ്റെ ഒരു ഡിസൈനിങ് വരുന്നത്. സോ നമ്മൾ കുറച്ച് മുമ്പോട്ട് നടന്നു. അപ്പോൾ അവിടെ ഷോപ്സും കാര്യമൊക്കെ കാണാമായിരുന്നു. നമ്മൾ എക്സ്ചേഞ്ചിൻ്റെ ഷോപ്പ് കണ്ടു. അപ്പോൾ നമ്മളൊന്ന് ചോദിച്ചു നോക്കി. ജസ്റ്റ് ഓൾറെഡി എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെയിനായിട്ട് ഒരു സിം എടുക്കണം. സിം ഇല്ലാതെ ഒന്നും നടക്കില്ല. സിമ്മ് മസ്റ്റാണ്. നമുക്കിപ്പോൾ ടാക്സി ബുക്ക് ചെയ്യാനാണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും നമുക്ക് സിം എന്തായാലും നമുക്ക് മസ്റ്റാണ്. അങ്ങനെ ഒരു സിം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ KL സെൻറ്ററിലെത്തി. ഇനി നമുക്ക് ടാക്സി വിളിക്കണം. നമുക്ക് നാട്ടിൽ ഊബർ ആണല്ലോ, ഇവിടെ ഗ്രാബാണ്. അപ്പോൾ അങ്ങനെ ഗ്രാബ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അതിൽ ടാക്സി ബുക്ക് ചെയ്തു. നമ്മൾ ടാക്സി വന്നിട്ടുണ്ട്. നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളത് കഴിഞ്ഞു. പിന്നെ മെയിനായിട്ട് ഫുഡായിരുന്നു. സോ ഫുഡിൻ്റെ കുറേ തിരഞ്ഞ് നടന്നു. നമുക്ക് പറ്റിയൊരു ഷോപ്പ് കണ്ടു. അപ്പം അവിടെ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊരു ദോശ കഴിച്ചു. നമ്മൾ രണ്ടുപേരും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലത്തെ പോലെയുള്ള ചായ ആയിരിക്കില്ല. പാലൊന്നും ഒഴിക്കാതെ ഒരു എന്താ പറയുക, കാപ്പി ആ ഒരു ടൈപ്പല്ലേ. അത് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഇഷ്ടമുള്ള ആൾക്കാർ വാങ്ങാം, അല്ലാത്ത ആൾക്കാർ അത് സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ പാസ്പോർട്ടോ അതല്ലെങ്കിൽ ക്യാഷോ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ കരുതുക. ഗ്രാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടാക്സി കാണാം. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള ടാക്സി ഏതാണോ ചോദിച്ചാൽ അത് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്തിട്ട് അവിടെ ആക്കുന്നതാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ചെക്ക് ഇൻ ചെയ്യാണ്. അങ്ങനെ വെരിഫിക്കേഷനും കാര്യമൊക്കെ കഴിഞ്ഞു. ചെക്ക് ഇൻ ചെയ്തു. സോ നമ്മൾ ലിഫ്റ്റ് കയറി റൂമിലോട്ട് പോവുകയാണ്. സോ നല്ല ഹോട്ടലാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഹോട്ടൽ. നമ്മൾ നിന്ന് നമുക്ക് റൂമും കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. 3 സ്റ്റാർ ഹോട്ടലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ 3 സ്റ്റാർ ആണെങ്കിലും 5 സ്റ്റാറിൻ്റെ മെയിൻ്റനൻസും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് അവർ. സോ അടിപൊളിയാണ്. അപ്പം റൂമിലോട്ട് നമ്മൾ കയറി. റൂമിൽ നിന്നുള്ള വിൻഡോ വ്യൂ ആണ് ഇപ്പോൾ കണ്ടത്. നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് മോണോ റെയിലാണ്. സോ അങ്ങനെ നമ്മുടെ റൂമാണിത്. സോ നല്ല റൂമാണ്. നമുക്കൊരു TV ഉണ്ട്. പിന്നെ ഒരു ഡബിൾ ബെഡാണ്. പിന്നെ നമുക്കൊരു ഓവൻ പോലത്തെ ഒരു സംഭവമുണ്ട്. എന്തെങ്കിലും ഫുഡും കാര്യമൊക്കെ നമുക്ക് എന്തെങ്കിലും ആക്കണമെങ്കിലും, പിന്നെ അയൺ ചെയ്യാനുള്ള അയൺ ബോക്സും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പോട്ട് നടന്ന സമയത്ത് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു നമ്മൾ റിട്ടേൺ പോന്നു. പിന്നെ നമ്മൾ റൂമിലോട്ട് വന്നു. സോ നമ്മളൊന്ന് ഫ്രഷായി ജസ്റ്റ് കിടന്നുറങ്ങിയൊക്കെ ചെയ്തു. ഫ്രഷായിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ കോലംപൂരിലെ ട്വിൻ ടവറിൻ്റെ അടുത്തായിരുന്നു നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നൊരു 1 കിലോമീറ്റർ നമുക്ക് നടക്കാനില്ലായിരുന്നു. അങ്ങനെ നമ്മൾ നടന്നു. വരുന്ന വഴിക്ക് നമ്മൾ കുറേ നൈറ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം, ഫുഡിൻ്റെ ഒക്കെ. പിന്നെ നമ്മൾ അതൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ വേറൊന്നല്ല, ഇപ്പോൾ അഥവാ ഫുഡിൻ്റെ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്തിട്ടില്ല. ലാസ്റ്റ് ടൈം വരുന്ന സമയത്ത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നടന്നു. കണ്ടുകൊണ്ടിരിക്കുന്നത് ട്വിൻ ടവറാണ്. മലേഷ്യയിലുള്ള മെയിൻ ടൂറിസം ആണ് ട്വിൻ ടവർ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. കുറച്ച് ഫോട്ടോസും കാര്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും കാര്യമൊക്കെ എടുത്തു. പിന്നെ നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ടീംസിനെ കാണാം. സോ അവർ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു 4 ഫോട്ടോ ഒക്കെ അവർ എടുത്തു തരും. അതിന് നമ്മൾ കൊടുക്കുന്നത് 5 റിഗറ്റാണ്. അവരെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഫോട്ടോ. നല്ല ഫോട്ടോ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് സ്ട്രീറ്റ് ഫുഡിൻ്റെ അവിടെ എത്തി. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു സ്പെഷ്യൽ ചിക്കൻ ബർഗർ അങ്ങനെ എന്തോ ഒന്ന് കഴിച്ചു. 2 പേരും കഴിച്ചിട്ടുണ്ടായിരുന്നു.
ഫൈനലി നമ്മൾ റൂമിൽ എത്തി. നൈറ്റ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൂമിൻ്റെ നൈറ്റ് വ്യൂ പൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. സോ അവിടെ പോയി നമുക്ക് ഡ്രിങ്ക്സും കാര്യമൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ഡ്രിങ്ക്സും കാര്യമൊന്നും കഴിക്കാത്തതുകൊണ്ട് നമ്മൾ ജ്യൂസായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ എന്തൊരു ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പൂൾ ടൈം വരുന്നത് മോർണിംഗ് ആണ്. സോ നമ്മൾ നൈറ്റ് പിന്നെ അവിടെ ഇരുന്നില്ല. പിന്നെ നമ്മൾ റിട്ടേൺ റൂമിലോട്ട് പോകുന്നു. നമുക്ക് മോർണിംഗ് ഫ്ലൈറ്റും കാര്യമൊക്കെ കയറാനുള്ളതുകൊണ്ടും പിന്നെ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.